വെൽക്കം ബാക്ക് ടു ഗ്യാസ്ലി മെഷീൻസ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളത് നിഞ്ച 300 ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് സർവീസ് ചെയ്യേണ്ട പരിപാടിയാണ്. എഞ്ചിൻ ഓയിൽ വാങ്ങി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെയറിംഗ് ഒക്കെ ഫുള്ള് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സോസ്റ്റ് കണ്ടാൽ അറിയാം, ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ അതിൻ്റെ പകുതി പരിപാടിയായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് വണ്ടി ഒന്ന് കൂളാകാൻ വെച്ചതാണ്. അതായത് എഞ്ചിൻ ഓയിലൊക്കെ ഒന്ന് താഴോട്ട് ഇറങ്ങി സമ്പിലേക്ക് എത്താൻ വെച്ചതാണ്. അപ്പോൾ ഇനി എഞ്ചിൻ ഓയിൽ മാറുമ്പോൾ നമുക്ക് കാണാം. പിന്നെ നമ്മുടെ വണ്ടി ചെറിയ അപ്ഗ്രേഡേഷൻ ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ബ്രേക്കിൻ്റെ ഭാഗത്താണ് ഒരു RCBയുടെ മാസ്റ്റർ സിലിണ്ടർ കയറ്റിയിട്ടുണ്ട് 17mm. അതേപോലെ തന്നെ ബ്രേക്ക് ലൈൻസ് മൊത്തം മാറിയിട്ടുണ്ട്. ഇപ്പം ഒരു സ്റ്റീൽ ബ്രെഡഡ് ലൈനാണ് ഉള്ളത്. നോർമലായിട്ട് നമുക്ക് റബ്ബർ ഹോസായിരുന്നു വരുന്നത്. അപ്പോൾ ഫ്രണ്ട് ഫുൾ സെറ്റ് സ്റ്റീൽ ബ്രെഡഡ് ആക്കി ABSലേക്ക് പോകുന്നതും ABS നേരെ വീലിലേക്ക് വരുന്നതും ഇപ്പോൾ സ്റ്റീൽ ബ്രെഡഡ് ആണ്. അതുപോലെ തന്നെ ബാക്ക് ഒരു ലൈന് മാത്രം നമ്മൾ മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബാക്കത്തെ കാലിപ്പറിലേക്കുള്ള മാറിയില്ല. അപ്പോൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് മാറണം. ഇപ്പം മാറുന്നില്ല, എന്തായാലും പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു വൈസർ, പിന്നെ നമ്മുടെ നോർമൽ മിററൊക്കെ ഉണ്ട്, ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു എഞ്ചിൻ ഓയിലും കൂടി മാറണം. എഞ്ചിൻ ഓയിൽ ഇപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ലിക്വിമോളിയുടെ 10W40 സ്ട്രീറ്റ് എന്ന് പറഞ്ഞ ഓയിലാണ്. അതേപോലെ തന്നെ ക്രാങ്ക് വണ്ണിൻ്റെ ഒരു പെർഫോമൻസ് ഓയിൽ ഫിൽറ്ററും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് എഞ്ചിൻ ഓയിൽ മാറുന്ന കാര്യങ്ങൾ കാണാം. അങ്ങനെ ഓയിൽ ഡ്രെയിനിട്ട് നമ്മൾ റിമൂവ് ചെയ്യാണ്. ത്രെഡ് പോക്കുന്നതിൻ്റെ സ്പെഷ്യലിസ്റ്റാണ്. കാലിപ്പറിൻ്റെ ത്രെഡ് പോക്കി, മിററിൻ്റെ ത്രെഡ് പോക്കി, അങ്ങനെ കുറേ ത്രെഡ് പോക്കാറുണ്ട്. അപ്പോൾ കാലിപ്പറിൻ്റെ ത്രെഡ് പോക്കിയിട്ട് വണ്ടി എടുക്കാൻ ഇട്ടിട്ടുള്ള ത്രെഡ് പോക്കിയിട്ട് പുതിയ പാർട്സ് ഇറക്കലാണ് ഹോബി. അപ്പോൾ നമ്മൾ ഈ ഫിൽറ്റർ ഊരാൻ നോക്കുന്നുണ്ട്. ഈ ടൂള് നമ്മളെ കയ്യിൽ ആദ്യം ഉള്ളതിനും ജസ്റ്റ് ആൾട്ടോ 800ൻ്റെ സെയിം ഫിൽറ്റർ അതേ സൈസാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ടൂൾ വെച്ചാണ് നമ്മൾ ഫിൽറ്റർ വരുന്നത്. ടൈറ്റൊന്നുമില്ല. ഈ ബെല്ലൂരിയ കുറച്ചുകൂടി എളുപ്പത്തിൽ ഊരാൻ പറ്റും, പക്ഷേ ഇത് നിൽക്കുന്നില്ല. കുഴപ്പമില്ല. ആണ് നമ്മുടെ ഫിൽറ്റർ. ഏതായാലും ബ്രാൻഡ്. അപ്പോൾ ഹൈഫോളോടെ ഫിൽറ്ററിനും കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ യൂസ് ചെയ്തു. ഇപ്രാവശ്യം നമ്മൾ ക്രാങ്ക് വണ്ണാണ് ഇടാൻ പോകുന്നത്. ഫിൽറ്ററിലേക്ക് കുറച്ച് ഓയിൽ ആദ്യം റീഫില്ല് ചെയ്യാണ്. ഈ ഓറിങ് ചെറുങ്ങനെ ഒന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കൊടുക്കുക ഓയിൽ മാറുമ്പോൾ. അപ്പോൾ ഈ ഓറിങ് ഡാമേജ് ആകാണ്ട് പ്രോപ്പറായിട്ട് സീറ്റാവും. ഫിൽറ്റർ വെക്കുമ്പോൾ വലിയൊരു ടൈറ്റ് ഒന്നും കൊടുക്കണ്ട. ഹാൻഡ് ടൈറ്റാണ് കറക്റ്റ് പറഞ്ഞാൽ ഈ ഓയിൽ ഫിൽറ്റർ പറയുന്നത്. എന്തായാലും നമുക്ക് ഓയിൽ ഒഴിക്കുന്നതിന് മുന്നേ ലിക്വിമോളിൽ 1 ലിറ്ററാണോ ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ 1 ലിറ്ററാണോ ഉള്ളത് നോക്കാം. ചെറിയ മൂടി ഊരണ്ടെങ്കിൽ ഞാൻ വരണല്ലോ, അതുകൊണ്ട് നല്ല ടൈമില്ല. ഒരു വീഡിയോ അല്ലേ സോസിങ് ഞെക്കും, സോസ് മൊത്തം ഇങ്ങനെ അതുപോലെ ഇത് പൊട്ടിയിരിക്കുന്നത്. യെസ്, കറക്റ്റ് 1 ലിറ്ററാണുള്ളത്. 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ തരുന്ന കമ്പനീസൊക്കെ ഉണ്ട്. ചില ഫോർക്കോയിലിൻ്റെ കമ്പനിയൊക്കെ 1 ലിറ്ററല്ല, ആ പറയുന്ന കണക്കിനൊക്കെ കൂടുതലുണ്ടോ. നമ്മൾ ഡയറക്റ്റ് ഫോർക്കിലൊക്കെ ഒഴിച്ചാൽ പണിയാണ്. 1 ലിറ്റർ നേരെ നമുക്ക് വണ്ടിയിലേക്ക് ഒഴിക്കാം. 2 സംതിങ് ആണ് വരുന്നത്. നോക്കി ഒഴിക്കണം. അതായത് ടോപ്പപ്പ് ചെയ്യണം. ഒഴിച്ചിട്ട് 2 ലിറ്റർ ഒഴിച്ചിട്ട് എന്താ കണ്ടീഷൻ ഇവിടെ നോക്കിയിട്ട് ബാക്കി ഫില്ല് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അങ്ങനെ 2 ലിറ്റർ ഓയിൽ ഒഴിച്ച് ഇപ്പം 2 ലിറ്റർ ഒഴിച്ചപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ക്വാണ്ടിറ്റി കാണുന്നത്. ഇതിൽ വണ്ടി സ്റ്റാർട്ടാക്കി ഒന്നുകൂടി പമ്പിങ് പ്രോപ്പറായി നടന്നാൽ ഫിൽറ്ററൊക്കെ ഫില്ലായാൽ കുറച്ചുകൂടെ ഒന്ന് ലെവൽ താവും. അപ്പോൾ ഒരു 200-300 ml കൂടി കുറച്ച് കൂട്ടി വയ്ക്കണം. പ്രോപ്പർ എത്രയാണെന്ന് ചെക്ക് ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ 2.2 ലിറ്ററാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. നമ്മൾ ആ ഒരു എമൗണ്ട് ഓഫ് ഓയിൽ ഇതിൽ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ബാക്കി വെച്ചിട്ടുണ്ട്, കാരണം ഒന്ന് ഓവറായി പോകണ്ട. ഒന്ന് വണ്ടി നോക്കിയിട്ട് ഒഴിക്കാമെന്ന് വെച്ചു. ഇനി എന്തായാലും വണ്ടി കുറച്ച് നേരം സ്റ്റാർട്ടിങ്ങിൽ ഇട്ടിട്ട് ഒന്ന് ഓയിലൊക്കെ ഇറങ്ങിയിട്ട് പ്രോപ്പറാണോ ഓയിലിൻ്റെ അളവിൽ നിന്ന് നോക്കണം. ഓയിൽ ക്യാപ്പ് കൂടിയിട്ട് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം.
എക്സോസ്റ്റ് ഇല്ല. സ്റ്റാർട്ട് ചെയ്താൽ ഒച്ച എന്താണെന്ന് ഇപ്പോൾ കേൾക്കാം. അങ്ങനെ നമ്മൾ ഓയിൽ ചേഞ്ചിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കറക്റ്റ് എത്ര ലിറ്ററാണ് വരുന്നതെന്ന് വെച്ചാൽ ഒരു 2.2 ലിറ്ററാണ് വരുന്നത്. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി ടോപ്പപ്പ് ചെയ്താൽ അത് ഇൻ കേസ് നിഞ്ചയുടെ ഓയിൽ മാറുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ്, ജസ്റ്റ് ഒരു വ്ളോഗ് എന്നുള്ള രീതി ചെയ്യാമെന്ന് വെച്ചു, അങ്ങനെ എടുത്തതാണ്. നമ്മുടെ ഓയിലും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. 3 ലിറ്റർ ഓയിൽ വാങ്ങിയാൽ ബാക്കി കുറച്ചുണ്ടാവും. ഒരു 2 ലിറ്റേഴ്സേ രണ്ടാമത്തെ കുപ്പിയിൽ നിന്ന് എടുക്കുന്നുള്ളൂ, അതായത് മൂന്നാമത്തെ കുപ്പിയിൽ നിന്ന് എടുക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു 800 ml 700 ml ആ ഒരു റേഞ്ച് എന്തായാലും ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു വ്ളോഗ് കാണാം. സമയം കിട്ടാറില്ല വ്ളോഗ് എടുക്കാൻ, ഓരോ തിരക്കിലായിട്ട് അങ്ങനെ ഇങ്ങനെ പോക്കാണ്. ഇപ്പോൾ നാട്ടിൽ വരുമ്പോൾ എടുത്തതാണ്. പിന്നെ ഗോപ്രോനും ചെറിയ പണി കിട്ടി. എന്തായാലും ഇനി അടുത്തൊരു വ്ളോഗിൽ വെച്ച് കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ഫ്രം ദിസ് ചാനൽ. ബൈ.